പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്ന വിഷയം സ്തുതി ചൊവ്വാക്കിയ വിശ്വാസത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യവുമാണ്. സുറിയാനി സഭയുടെ സത്യവിശ്വാസം തൃത്വവിശ്വാസമാണ്. തിയോസെൻട്രിക് വർഷിപ്പാണ് സഭയിലുള്ളത്. സഭയുടെ പ്രാർത്ഥനകൾ മുഴുവൻ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നതും അങ്ങനെയാണ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ പുറത്ത് നിന്ന് തിരി കത്തിച്ച് പിടിക്കാതെയാണ് വായിക്കുന്നത്. ഈ പഴയ നിയമം വായിക്കുന്ന സമയത്ത് മറശ്ശീല ഇട്ടിരിക്കും, നമ്മളിരുന്നാണ് കേൾക്കുന്നത്. അതേസമയം നമ്മൾ ഏവങ്കേലിയോൻ വായിക്കുന്ന സമയത്ത് പുരോഹിതൻ അംശവസ്ത്രം ധരിച്ച് തിരികൾ രണ്ട് വശത്തും കത്തിച്ച് പിടിച്ച് ആണ് വായിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നതിന് കൃത്യമായ കാര്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആരെയാണ് കണ്ടത് എന്നതിനെ കുറിച്ചിട്ട്. ദൂതനെയാണ് കണ്ടതെന്നെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സത്യദൈവത്തെ മനസ്സിലാക്കാൻ അതിനെ സഭയുടെ പ്രാർത്ഥനകളിലൂടെ പോകുമ്പോൾ, അതിൻ്റെ സദറകളിലൂടെയും ഗീതങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാലാണ് നമ്മുടെ ഓരോ പെരുന്നാളിൻ്റെ പ്രാർത്ഥനാക്രമങ്ങളും പെന്തിക്കോസ്തിയുടെ ക്രമമൊക്കെ വായിക്കുമ്പോൾ ത്രിയേക ദൈവം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നൂമ കൂടാതെ വേറെ നാമമില്ല. ദൈവത്തിന് പേരിടാനായിട്ട് സാധിക്കില്ല. നമ്മൾ ദൈവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് ഒരുപാട് ദൈവങ്ങളുണ്ട്. അമോൻ എന്ന് പറഞ്ഞ ദൈവമുണ്ട്, സിയസ് ഉണ്ട്, അനിഹിതയുണ്ട്, സുറയുണ്ട്, അൻസായി ഉണ്ട്, യാഹ്വേ ഉണ്ട്, എലോഹിം ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി, പണ്ടോമസ് ഉണ്ട്, അപ്പോളോ ഉണ്ട്, ഡെൽഫിനസ് ഉണ്ട്, അപ്പോളോ ഫോബസ് ഉണ്ട്, അപ്പോളോ പെന്തോസ് ഉണ്ട്, ഇങ്ങനെ കാളയുണ്ട്, ഒത്തിരി അർമ്മയുണ്ട്, അർത്തിമിസ് ഉണ്ട്, അഗ്രോത്രയുണ്ട്, അത്രീമിസ് ഉണ്ട്, ഓർത്തയുണ്ട്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ പേരുണ്ട്. അപ്പം നമ്മൾ പഴയ നിയമം വായിക്കുമ്പോഴും ഇങ്ങനെ ബാലുണ്ട്, കിംഷോ, ഇങ്ങനെ പല പേരിൽ അവിടെ എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും ദൈവമുണ്ടെന്ന്. അപ്പോൾ സത്യദൈവത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ 2 കൊരിന്ത്യർ 3-ാം അധ്യായം വായിക്കുന്നുണ്ട്. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരു മൂടുപടമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്, മോറാൻ യേശുമിശുവിലൂടെയാണ് നമുക്ക് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ ഏവങ്കേലിയോസ്തന് എഴുതിയിട്ടുണ്ട് 1-ാം അധ്യായത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പുത്രൻ തമ്പുരാനാണ് വെളിപ്പെടുത്തിയത്. അത് 5-ാം അധ്യായത്തിലുണ്ട്, 6-ാം അധ്യായത്തിലുമുണ്ട്. അപ്പോൾ സഭയുടെ പ്രാർത്ഥനകളിലൂടെ പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഭാഗികമായ ദൃഷ്ടാന്തത്തോടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. എൽദോ പെരുന്നാളിന് ഇതിനെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രാർത്ഥനകളിൽ ദൃഷ്ടാന്തമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സത്യദൈവത്തെ, ത്രിയേക ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സഭയുടെ പ്രാർത്ഥനകളിലൂടെ പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ പ്രൊട്ടസ്റ്റൻ്റ് ഇൻഫ്ലുവൻസ് വന്നിട്ട് ഈ ബൈബിൾ ഓൺലി മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് യഹോവ സാക്ഷികളെ കൂട്ടി യഹോവനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വണ്ണസ്, യേശുനാമക്കാരുടെ യേശുവിനോട് മാത്രം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റായ വിശ്വാസത്തിൽപ്പെട്ടാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം തൃത്വവിശ്വാസമാണ്, ത്രിയേകദൈവ വിശ്വാസം. ഇന്ന് ചില UTCയിലും അതുപോലെ തന്നെ പ്രമുഖ കോളേജിലൊക്കെ പഠിച്ചിട്ട് ഈ പ്രൊട്ടസ്റ്റൻ്റ് രീതിയിലാണ് അതെല്ലാം. അതൊക്കെ ബൈബിൾ ഓൺലി അല്ലെങ്കിൽ ലിബറൽ തിയോളജി, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ലോകത്ത് പലതരം സാധനങ്ങൾ കിട്ടും. സത്യവിശ്വാസം അവിടെ കിട്ടത്തില്ല. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ പഠിച്ചിട്ട് സത്യവിശ്വാസത്തെ തെറ്റായ രീതിയിൽ ഇവർ മാറ്റുകയാണ്. ഇവരുടെ ഒരു കാര്യങ്ങൾ കൊണ്ടുവന്ന് പ്രസംഗിച്ചിട്ട് ഇതിനെ മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്, യഹോവ എൻ്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കണം, യഹോവ എൻ്റെ ദൈവം. പക്ഷേ അവരതിനെ സമർത്ഥിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ഭാഗം എബ്രായ ഭാഷയിലാണെന്നുള്ളത് പറയുമ്പോൾ അത് യെശയ്യാപ്രവചനത്തിൽ അവിടെ 7-ാം അധ്യായത്തിലുള്ള പ്രവചനം തെറ്റും. അവിടെ കന്യക ഗർഭം ധരിച്ചെന്ന് ആണ് സുറിയാനി സഭയുടെ വിശ്വാസം. യുവതി ഗർഭം ധരിച്ചെന്നാണ് എബ്രായ ഭാഷയിൽ വരത്തുള്ളൂ. അപ്പോൾ അത് സഭയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം കന്യകാജനനം സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രേഖപ്പെടുത്തിയ സഭയുടെ പാരമ്പര്യത്തിലുണ്ട്. ശിമയോൻ അതെങ്ങനെയാണ് അവിടെ ആ ഭാഗം എഴുതുമ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകം നിങ്ങളെടുത്ത് വായിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് അതെങ്ങനെ വന്നതെന്ന്. അതിനൊരു കൃത്യമായ പാരമ്പര്യമുണ്ട്. അവിടെ കന്യക എന്നാണ് രേഖപ്പെടുത്തേണ്ടതെന്ന്
ശിമോന് വെളിപ്പാട് കിട്ടുകയാണ്. അങ്ങനെയാണ് ആ ഭാഗം അവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് സഭയുടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ യുവതി ഗർഭം ധരിച്ചെന്ന് പറഞ്ഞ് വരുമ്പോൾ ആ സഭയുടെ വിശ്വാസം തെറ്റും. ഇവർ യഹോവനെ കയറ്റാൻ വേണ്ടിയിട്ടാണ് അത് എബ്രായ ഭാഷയിലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, സെപ്റ്റജിൻ്റ് ബൈബിളാണ് ഉപയോഗിച്ചിരുന്നത്. അവിടെ വായനയ്ക്കും മൊറാൻ യേശുമിശിഹ ഉപയോഗിച്ചതും അത് തന്നെയാണ്. അപ്പോൾ പല രീതിയിലുണ്ട്. പിന്നെ ദൈവം ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒത്തിരി ഇതേപോലെ തന്നെ പലരുടെയും പേര് നമ്മൾ പറയേണ്ടി വരും. ദൈവം എന്താണെന്ന് പറയുകയാണെങ്കിൽ കൃത്യമായ ഉത്തരം കിട്ടും. ദൈവം സ്നേഹം തന്നെ. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ധ്യാനഗുരു പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. ഏലിയാവിനെ കുറിച്ച് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുക്കുമ്പോൾ ഈ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലെ 40-ാം വാക്യം എങ്ങനെയാണ്: യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു, അവർ കവന്നു വീണു. അതിൻ്റെ താഴെ എങ്ങനെയാണ്: ഏലിയാവ് അവരോട്, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിപ്പിൻ, അവരിൽ ഒരുത്തനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു. അവർ അവരെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനെ കൊണ്ടുവന്നു അവിടെ വെച്ച് വെട്ടി കൊന്നു കളഞ്ഞു. അത് അത്ര ആളുകളെ വെട്ടി കൊന്നു കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതൊരു സംഖ്യാപുസ്തകത്തിൽ ശാപത്തിൽ ലംഘിക്കുമ്പോൾ കല്ലെറിഞ്ഞു കൊന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ മൊറാൻ യേശുമിശിഹ മത്തായി ശ്ലീഹയുടെ ഇതിലൂടെ 5-ാം അധ്യായത്തിലൂടെ പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കാനാണ്, ഇങ്ങോട്ട് വിരോധമുള്ളവരോട് പോലും നിരപ്പാവാനാണ് പറയണത്. പണ്ട് പിതാക്കന്മാർ കൊല്ലും കൊല ഉണ്ടായിരുന്നു. അപ്പം ഞാനോ നിങ്ങളോട് പറയുന്നു സ്നേഹിക്കാൻ. അപ്പം ദൈവം ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് പല രീതിയിലായിട്ട് കാണാൻ പറ്റും. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, തെറ്റ് സംഭവിക്കും. പക്ഷേ ദൈവം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ത്രിയേകദൈവം എന്താണ്? ദൈവം സ്നേഹം തന്നെ. അത് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. അപ്പോൾ ഈ തെറ്റായ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ വിശ്വാസത്തിൽ തന്നെ പാശ്ചാത്യ രീതിയിലേക്ക് ആയി പോകുന്നുണ്ട്. സഭയുടെ വിശ്വാസം പൗരസ്ത്യ ദൈവശാസ്ത്രം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഞാൻ ഈ ലിങ്കിൽ ഈ നസ്രയത്തിലെ പള്ളിയിലെ പ്രസംഗം എന്ന് പറഞ്ഞൊരു ലിങ്ക് ഇതിൻ്റെ ഒപ്പം ഷെയർ ചെയ്യാം. നിങ്ങളത് കേൾക്കുക, മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് ഏകദേശം 64 പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് സഭയുടെ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ ഓരോ വരികളിലൂടെ പോകുമ്പോൾ നമുക്കിത് മനസ്സിലാകും. എബ്രായ ലേഖന 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭാഗമായിട്ടും അംശമായിട്ട് വെളിപാടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നമാണ് ഈ ഒത്തിരി വിശ്വാസങ്ങൾ വരാനും വഴിതെറ്റാനും പോകാനും കാരണമാകുന്നത്. നമ്മുടെ യാക്കോബേ സഭയുടെ വിശ്വാസം ശ്രുതി ചൊവ്വാക്കിയതാണ്, അത് സത്യവിശ്വാസമാണ്. അത് ലോകത്ത് മറ്റൊരിടത്തും അത് കാണാൻ കിട്ടത്തില്ല. യാക്കോബേ സഭയുടെ വിശ്വാസം ശ്രേഷ്ഠമാണ്, മഹത്വമുള്ളതാണ്. ഒരു യുക്തിവാദിക്ക് പോലും അതിനെ ഖണ്ഡിക്കാൻ പറ്റത്തില്ല, അതിനെ വലിച്ചു കീറാൻ പറ്റത്തില്ല, അതിനെ മോശമാക്കി കളയാം. കാരണം അത് വളരെ കൃത്യമായിട്ടാണ് സുറിയാനി പിതാക്കന്മാർ ത്യാഗം സഹിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് കൈമാറി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആ സത്യവിശ്വാസത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മളാണ്. അപ്പം നമ്മുടെ ദൈവത്തിനെക്കുറിച്ച് നമ്മൾ ദൈവം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പം ഒരിക്കലും തെറ്റില്ല. അപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഇപ്പം ഞാൻ വായിച്ച് നമ്മുടെ ഇതൊക്കെ ഉപയോഗിക്കുന്ന സത്യദിവസമാണ്. ഇതൊക്കെ ഒരുപാട് തിരുത്തിയിട്ടുണ്ട്. എത്രയോ 32,000 ചില വാക്കുകൾ തന്നെ ഈ പുസ്തകത്തിൽ തിരുത്തിയെന്ന് പറയുന്നത്. നമ്മൾ സഭയുടെ ഇവിടെ വിശുദ്ധഗ്രന്ഥമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വിശുദ്ധഗ്രന്ഥം ഇത് 3 ബാവമാരുടെ കൽപ്പനയുണ്ട്. അത് അടുത്ത തലമുറയ്ക്ക് കൈമാറാനും അത് ഉപയോഗിച്ച് പ്രസംഗിക്കാനും ശ്രദ്ധിക്കുക കൂടി ചെയ്യും. അത് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ലിങ്കിലൂടെ, ഈ പ്രസംഗത്തിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. താങ്ക് യു.